ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നത് തിയറീസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിനെ കുറിച്ചാണ്. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തിയറികളെക്കുറിച്ചാണ്, ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൽ വരുന്ന തിയറികളെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്താണെന്ന് ഒന്നുകൂടെ നോക്കാം. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ലേണിംഗ് സിറ്റുവേഷനിൽ നമ്മൾ നേടിയെടുക്കുന്ന അറിവുകളോ സ്കില്ലുകളോ ഹാബിറ്റുകളോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സോ ഫുള്ളായോ പാർഷ്യലായോ മറ്റൊരു സിറ്റുവേഷനിൽ ക്യാരി ഓവർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിച്ച ഒരു കാര്യം മറ്റൊരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം ഈ ഒരു തിയറീസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. എങ്കിലാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഇനി ഏതൊക്കെ തിയറീസാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ളതെന്ന് നോക്കാം. അതിൽ ആദ്യത്തേതാണ് തിയറി ഓഫ് ഫോർമൽ ഡിസിപ്ലിൻ ഓർ മെൻ്റൽ ഡിസിപ്ലിൻ ഫാക്കൾട്ടി തിയറി. ഇത് മൂന്നും ഒരു തിയറിയെ പറയുന്ന പേരാണ്. അതായത് തിയറി ഓഫ് ഫോർമൽ ഡിസിപ്ലിൻ, തിയറി ഓഫ് മെൻ്റൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഫാക്കൾട്ടി തിയറി എന്നൊക്കെ പറയുന്നത് ഒരു തിയറിയെ തന്നെ പറയുന്ന മൂന്ന് പേരുകളാണെന്ന് മാത്രം. ദെൻ തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ്, then theory of generalization, then theory of transposition, then theory of apperception, the last one theory of ideals. ഇങ്ങനെ 6 തിയറികളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ തിയറിയാണ് തിയറി ഓഫ് ഫോർമൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ തിയറി ഓഫ് മെൻ്റൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഫാക്കൾട്ടി തിയറി. ഈ തിയറി എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിലാണ് ഡെവലപ്പ് ചെയ്തു വന്നത്. വളരെ പുരാതനമായിട്ടുള്ള ഒരു തിയറിയാണ് ഫാക്കൾട്ടി തിയറി എന്ന് പറയുന്നത്. ഇത് അരിസ്റ്റോട്ടലിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു തിയറിയാണ്. ആ ഒരു കാലഘട്ടം തൊട്ടേ ഈ ഒരു തിയറി ഉണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു തിയറിക്ക് യാതൊരു വിധത്തിലുള്ള പ്രസക്തിയും ഇല്ല. കാരണം അനേകം സൈക്കോളജിസ്റ്റ് ഇതിൽ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ തിയറി ഡിസ്കാർഡ് ചെയ്യപ്പെട്ടതാണ്. എന്നിരുന്നാലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ ബേസ് പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. എങ്കിലാണ് നമ്മൾ പിന്നീട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മീനിങ് ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ തിയറി പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ മൈൻഡ് ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് ഫാക്കൾട്ടീസ് ചേർന്നതാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? മെമ്മറി, അറ്റൻഷൻ, ഇമാജിനേഷൻ, റീസണിങ്, ജഡ്ജ്മെൻറ്റ്. അത്തരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് ഫാക്കൾട്ടീസ് ചേരുന്നതാണ് ഇവിടെ മൈൻഡ് എന്ന് അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത്. ഇവിടെ മൈൻഡിനാണ് ഇമ്പോർട്ടൻ്റ് റോള് ഉള്ളതെന്ന് ഈ തിയറി പറയുന്നു. അതായത് ഈ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിൽ മൈൻഡാണ് ഒരു സെൻട്രൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതൊരു ഫിലോസഫിക്കൽ നേച്ചറിലുള്ള ഒരു തിയറിയാണ്, അല്ലാതെ ഒരു സയൻറ്റിഫിക് വ്യൂവിലല്ല ഇത് ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ അടിസ്ഥാനത്തിൽ ഇവർ പറയുന്നത് അതായത് ഈ മൈൻഡ് എന്ന് പറയുന്നത് നമ്മളീ പറഞ്ഞ മെമ്മറിയും അറ്റൻഷനും ഇമാജിനേഷനും റീസണിങ്ങും ഒക്കെ, അതായത് ജഡ്ജ്മെൻ്റൊക്കെ ചേർന്നിട്ടുള്ള, അത് ഈ ഇൻഡിപെൻഡൻറ്റ് ഫാക്കൾട്ടീസൊക്കെ ചേർന്നിട്ടുള്ള ഒന്നാണെന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഫാക്കൾട്ടീസ് എല്ലാം തന്നെ മൈൻഡിൻ്റെ മസിൽസാണ്. ദീസ് ഫാക്കൾട്ടീസ് ആർ മസിൽസ് ഓഫ് മൈൻഡ്. നമ്മുടെ മൈൻഡിൻ്റെ മസിൽസാണ്. അപ്പോൾ നമുക്കൊരു ബോഡി മസിൽസ് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫാക്കൾട്ടീസിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷാർപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെൻ്റൽ എക്സസൈസ് വഴിയോ മെൻ്റൽ പ്രാക്ടീസ് വഴിയോ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ മൈൻഡിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സെൻട്രൽ റോള് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു തിയറിയാണ്
ഈ പറഞ്ഞ ഫാക്കൾട്ടി തിയറി. അതുപോലെ മൈൻഡിനെ ഒരു ഫാക്കൾട്ടി ആയിട്ട്, അതായത് മൈൻഡ് എന്ന് പറയുന്നത് സോ മെനി ഇൻഡിപെൻഡൻറ്റ് ഫാക്കൾട്ടീസ് ചേർന്നിട്ടുള്ളതാണ് എന്നാണ് ഈ തിയറി പറയുന്നത്. ആ സോ മെനി ഫാക്കൾട്ടീസ് ഏതൊക്കെയാണ്? മെമ്മറി, അറ്റൻഷൻ, ഇമാജിനേഷൻ, റീസണിങ്, ജഡ്ജ്മെൻറ്റ്, അങ്ങനെയുള്ള നിരവധി ഫാക്കൾട്ടീസ് ചേർന്നതാണെന്നാണ് ഫാക്കൾട്ടി തിയറി പറയുന്നത്. ഇനി ഈ ഫാക്കൾട്ടി തിയറിയിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്? നമ്മൾ ഈ ഒരു ഫാക്കൾട്ടി, അതായത് ഈ ഒരു മൈൻഡിനെ ഷാർപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെൻ്റൽ എക്സസൈസ് എത്രത്തോളം നന്നായി ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ ഈ ഫാക്കൾട്ടീസ് സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്നതാണ് പറയുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ എന്താണ് എംഫസൈസ് ചെയ്യേണ്ടത്? ദ എഡ്യൂക്കേഷൻ ഷുഡ് എംഫസൈസ് ദ ട്രെയിനിങ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഫാക്കൾട്ടീസ് ത്രൂ മെൻ്റൽ എക്സസൈസ്. അതായത് നമ്മളുടെ എഡ്യൂക്കേഷനിൽ നമ്മൾ എംഫസൈസ് കൊടുക്കേണ്ടത് ഈ ഫാക്കൾട്ടീസിനുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഈ ഫാക്കൾട്ടീസിനെ നമുക്ക് ഡെവലപ്മെൻറ്റ് നടത്താനുള്ള ട്രെയിനിങ് കൊടുക്കുക. അതെങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്? മെൻ്റൽ എക്സസൈസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ എഡ്യൂക്കേഷനിലൂടെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ പറഞ്ഞ ഫാക്കൾട്ടീസിൻ്റെ സ്ട്രെങ്തനിങ് ആണ് അവിടെ നടക്കേണ്ടത് ത്രൂ മെൻ്റൽ എക്സസൈസ്. പക്ഷേ പിന്നെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലൊരു കാര്യം അവർ പറയാനുണ്ടായത്. അപ്പോൾ അതിൽ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചതുകൊണ്ട്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള മാത്തമാറ്റിക്കൽ കാര്യങ്ങൾക്ക് അത് എളുപ്പമാകുമെന്നാണ് ഈ തിയറി അടിസ്ഥാനത്തിൽ പറയുന്നത്. പക്ഷേ അത് പ്രൂവ് ചെയ്യപ്പെട്ടത് ഇങ്ങനെയാണ്: മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചതുകൊണ്ട് മാത്തമാറ്റിക്കൽ റീസണിങ്ങിന് അത് എളുപ്പമാകണമെന്നില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പഠിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും എളുപ്പമാകണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നത്, അതായത് കാണാതെ പഠിക്കുന്നതാകാം, അങ്ങനെ പഠിക്കുന്ന ഒരു കാര്യം നമുക്ക് എല്ലാ ഇതിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷേ ഇവർ പറയുന്നത് എന്തായിരുന്നു? ഈ ഒരു മെൻ്റൽ എക്സസൈസിലൂടെ നമ്മളുടെ ഫാക്കൾട്ടീസിനെ ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എളുപ്പമാകും എന്നാണ് പറഞ്ഞത്. പക്ഷേ എക്സ്പെരിമെൻറ്റുകൾ പ്രൂവ് ചെയ്തു ഈ ഒരു തിയറി സ്യൂട്ടബിൾ അല്ല എന്നും അതുകൊണ്ട് തന്നെ ഇത് ഡിസ്കാർഡ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ദെൻ നെക്സ്റ്റ് തിയറിയാണ് തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ്. ദാറ്റ് ഈസ് പുട്ട് ഫോർവേഡ് ബൈ E.L. തൊണ്ടേക്കിൻ്റെ തിയറിയാണ് ഈ തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്: രണ്ട് ലേണിംഗ് സിറ്റുവേഷനിൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കുന്നു. അതായത് രണ്ട് ലേണിംഗ് സിറ്റുവേഷനിലും ഒരേപോലത്തെയുള്ള എന്തെങ്കിലും എലമെൻറ്റ്സ് അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു കാര്യം നമ്മൾ പഠിച്ചതിനെ മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ മോഡേൺ സൈക്കോളജിസ്റ്റ് ബിലീവ് ചെയ്തിരുന്നത് മെൻ്റൽ ഫങ്ഷൻസ് ആയിട്ടുള്ള പെർസെപ്ഷൻ, അറ്റൻഷൻ, മെമ്മറി, റീസണിങ് അതൊന്നും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് അല്ല. മറിച്ച് എന്താണ്? ഇവയെല്ലാം കൂടെ ഒരുമിച്ച് റിലേറ്റ് ചെയ്യുന്നൊരു ആസ്പെക്റ്റ് ആണെന്നും അങ്ങനെ വരുമ്പോഴാണ് മൈൻഡ് ഫങ്ഷനിങ് ചെയ്യുന്നതെന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ തിയറിയിൽ ഈ മെൻ്റൽ ഫങ്ഷനെ മെൻ്റൽ ഫാക്കൾട്ടീസ് എന്നാണ് വിളിച്ചത്. എന്നാൽ തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലിമെൻറ്റ്സിനെ മൈൻഡിനെ വിളിച്ചത് മെൻ്റൽ ഫങ്ഷൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മോഡേൺ സൈക്കോളജിസ്റ്റും ഈ കാര്യം അംഗീകരിക്കുന്നുണ്ട്. നമ്മളീ പറഞ്ഞിട്ടുള്ള പെർസെപ്ഷനും അറ്റൻഷനും മെമ്മറിയും റീസണിങ്ങും ഒക്കെ തന്നെ സെപ്പറേറ്റ് ആയിട്ടൊന്നുള്ളതല്ല. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു മൈൻഡിൻ്റെ ഫങ്ഷനിങ് നടക്കുന്നത് എന്നുള്ളത്. അതുപോലെ ഈ ഐഡൻറ്റിക്കൽ എലമെൻസിൻ്റെ അല്ലെങ്കിൽ സിമിലാരിറ്റി ഓഫ് എലമെൻറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൻ്റെ ഡിഗ്രിയും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് പഠിച്ച ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും എലമെൻ്റ് ഉള്ളൊരു മറ്റൊരു കാര്യമാണ് നമ്മൾ പിന്നീട് പഠിക്കുന്നതെങ്കിൽ അവിടെ നമ്മളുടെ പഠനം എന്താകും? അവിടെ സ്ട്രെങ്തൻ ചെയ്യപ്പെടും, അല്ലെങ്കിൽ അവിടെ ഇൻക്രീസ് ചെയ്യപ്പെടും ആ പഠനം എന്നാണ് E.L. തൊണ്ടേക്ക് പറയുന്നത്. ദെൻ വുഡ്വർത്ത് ഈ ഒരു എലമെൻറ്റ് എന്ന് പറയുന്ന വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അതിന് പകരം കമ്പോണൻറ്റ് എന്ന് പറയുന്നൊരു വേർഡ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പോൾ ഈ തിയറി പിന്നീട് എന്താണ് അറിയപ്പെട്ടത്? തിയറി ഓഫ് ഐഡൻറ്റിക്കൽ കമ്പോണൻസ് എന്നറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ വുഡ്വർത്ത് എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്തിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? എലമെൻറ്റ്. തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ കമ്പോണൻ്റ് എന്ന് ചേർക്കുകയും പിന്നീട് ആ തിയറിയെ
തിയറി ഓഫ് ഐഡൻറ്റിക്കൽ കമ്പോണൻസ് എന്ന് അറിയപ്പെടാനായിട്ട് തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ തിയറി പുട്ട് ഫോർവേഡ് ചെയ്തത് EL തൊണ്ടേക്കാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷന് ശേഷം വുഡ്വർത്ത് എന്ത് ചെയ്തു, എലമെൻ്റ് എന്ന് പറയുന്ന ടേം മാറ്റി കോമ്പോണൻ്റ് ആക്കുകയും പിന്നീട് ഈ തിയറിയെ ഐഡൻറ്റിക്കൽ കോമ്പോണൻസ് എന്ന് അറിയപ്പെടാനും തുടങ്ങി. ദെൻ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കാറ് ഡ്രൈവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു. അത് ബസ് ഡ്രൈവിങ്ങിനെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് സഹായിക്കുന്നത്? കാരണം കാർ ഡ്രൈവിങ്ങിലും ബസ് ഡ്രൈവിങ്ങിലും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്, കുറച്ച് സിമിലർ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് കാർ ഡ്രൈവിങ് ബസ് ഡ്രൈവിങ്ങിനെ ഹെൽപ്ഫുൾ ആകുന്നത്. അപ്പോൾ ഇതാണ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് തിയറി പറയുന്നത്. അതായത് രണ്ട് ലേണിംഗ് സിറ്റുവേഷനിൽ സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കുന്നു. അതിനെയാണ് തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് ആണ് തിയറി ഓഫ് ജനറലൈസേഷൻ. ഇത് പുട്ട് ഫോർവേഡ് ചെയ്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത് ജൂഡാണ്. ജൂഡ് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഐഡൻറ്റിക്കൽ എലമെൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെങ്കിൽ ഇവിടെ ജനറലൈസേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ജനറലൈസേഷൻ സംഭവിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ജനറലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു ഫസ്റ്റ് സിറ്റുവേഷനിൽ പഠിച്ചിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും റൂളായിരിക്കാം. ആ ഒരു കാര്യം വേറൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ജനറലൈസേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇലയുടെ നിറം പച്ചയാണ് എന്ന് നമ്മൾ പഠിച്ചാൽ മറ്റ് ഇലകളുടെ നിറം പച്ചയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടന്നു കഴിഞ്ഞു. അതായത് ജനറലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം അവിടെ നടന്നു കഴിഞ്ഞു. കാരണം ഇലകളുടെ നിറം പച്ചയാണ് എന്നുള്ളത് ഒരു പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ അതൊരു അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി ഇലകളുടെ നിറം പച്ചയാണ് എന്നൊരു ജനറലൈസേഷനിലേക്ക് കുട്ടി എത്തുകയാണ്. അപ്പോൾ അവിടെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കുന്നത് ജനറലൈസേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ തിയറി ഓഫ് ജനറലൈസേഷൻ ഇതാണ് പറയുന്നത്. ഇതിനു വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തു. അത് ഗ്രൂപ്പ് ഓഫ് ബോയ്സിലാണ് ചെയ്തത്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പിനെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പായിട്ടും രണ്ടാമത്തെ ഗ്രൂപ്പിനെ കൺട്രോൾ ഗ്രൂപ്പായിട്ടും തിരഞ്ഞെടുത്തു. അതിൽ ഒരു ഗ്രൂപ്പിനെ അദ്ദേഹം ഒരു തിയറിയും പഠിപ്പിക്കാതെ തന്നെ ഒരു വെള്ളത്തിനടിയിലേക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാനായിട്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് രണ്ടാമത്തേൽ പക്ഷേ എന്ത് ചെയ്തു? രണ്ടാമത്തെ ഗ്രൂപ്പുകാരെ അദ്ദേഹം റീഫ്രാക്ഷൻ തിയറി പഠിപ്പിക്കുകയും അവരോട് ടാർഗറ്റിനെ എയിം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ തിയറി പഠിച്ച കുട്ടികൾക്ക് അത് പെട്ടെന്ന് തന്നെ ടാർഗറ്റ് ചെയ്യാൻ സഹായമായി എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്തുകൊണ്ടാണ്? ആ ജനറലൈസേഷനാണ്. അതായത് നമ്മൾ ആ ഒരു തിയറി, അതായത് ഒരു സിറ്റുവേഷനിൽ നമുക്ക് പഠിച്ചൊരു കാര്യം മറ്റൊരു സിറ്റുവേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റി. അതിന് കാരണം എന്താണ്? ജനറലൈസേഷൻ ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് കഴിവുണ്ടെന്നാണ്. അപ്പോൾ നമ്മളൊരു തിയറി പഠിപ്പിച്ചാൽ ആ തിയറി ഏതെങ്കിലും ഒരു പോസിബിളായ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അപ്ലിക്കബിളായ സിറ്റുവേഷനിൽ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? തിയറി ഓഫ് ജനറലൈസേഷൻ. അതായത് ആ തിയറി പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ പ്രിൻസിപ്പിൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് തിയറി ഓഫ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ തിയറി ഓഫ് ജനറലൈസേഷൻ അസ്യൂംസ് ദാറ്റ്, എന്താ അസ്യൂം ചെയ്യുന്നത്? വാട്ട് ഈസ് ലേൺഡ് ഇൻ ടാസ്ക് എ, ടാസ്ക് എയിൽ പഠിച്ച കാര്യം ടാസ്ക് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇൻ സ്റ്റഡിയിങ് എ ദ ലേണർ ഡെവലപ്സ് എ ജനറൽ പ്രിൻസിപ്പിൾ. അതായത് എ എന്ന് പറയുന്ന കാര്യം പഠിച്ച സമയത്ത് ലേണർ ഒരു ജനറൽ പ്രിൻസിപ്പിൾ അവിടെ ഡെവലപ്പ് ചെയ്യുകയും അത് പാർഷ്യലായിട്ടോ കംപ്ലീറ്റ് ആയിട്ട് ഈ എയിലും ബിയിലും അപ്ലൈ ചെയ്തപ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു അസംഷൻ ഇങ്ങനെയാണ്: എയിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു. അതിന് കാരണം എ പഠിച്ച സമയത്ത് കുട്ടി എന്ത് ചെയ്തു? ജനറൽ പ്രിൻസിപ്പിൾ അവിടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കുട്ടിക്ക് എന്താണ്? പാർഷ്യലായിട്ടോ കംപ്ലീറ്റ്ലി ആയിട്ട് എയിലും ബിയിലും ഒരേപോലെ തന്നെ ഈ പഠിച്ച കാര്യം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് തിയറി ഓഫ് ജനറലൈസേഷൻ പറയുന്നത്. ദെൻ നെക്സ്റ്റ് തിയറിയാണ് തിയറി ഓഫ് ട്രാൻസ്പോസിഷൻ. ഇത് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ചെയ്ത് ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആണ്. ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇൻസൈറ്റ് ലേണിംഗ് ഒക്കെയാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോറായിട്ടുള്ള ഒരു കാര്യം ഇൻസൈറ്റ് ലേണിംഗ് ആണ് അവർ പറയുന്നത്. ഇവിടെ പറയുന്നത് ട്രാൻസ്ഫർ സ്റ്റാർട്ട്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ഫാക്റ്റ് ആൻഡ് പെർസെപ്ഷൻ ഓഫ് സിമിലാരിറ്റി ബൈ ദ ലേണർ. അതായത്
ഇവിടെ ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുട്ടി ഒരു കാര്യം, ഒരു ഫാക്റ്റോ ഒരു പെർസെപ്ഷനിലോ ഉള്ള സിമിലാരിറ്റി അനുസരിച്ചാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. അതായത് ഫാക്റ്റിലോ പെർസെപ്ഷനിലോ ഉള്ള സിമിലാരിറ്റിക്ക് അനുസരിച്ചാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. ആ ഒരു സിമിലാരിറ്റീനെയാണ് പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയണത് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ ലേണർ ഷുഡ് അണ്ടർസ്റ്റുഡ് പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് ടു സിറ്റുവേഷൻസ്. രണ്ട് സിറ്റുവേഷൻസിൻ്റെ ഇടയിലുള്ള പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും? ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കുന്നതാണ് ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് തിയറി ഓഫ് ട്രാൻസ്പോസിഷനിൽ പറയുന്നത്. ഇഫ് ദ ലേണർ ഹാസ് ദ എബിലിറ്റി ഓഫ് ഇൻസൈറ്റ് ലേണിംഗ് ഹീ ക്യാൻ ട്രാൻസ്പോസ് ദ ലേണിംഗ് ഫ്രം വൺ സിറ്റുവേഷൻ ടു അനദർ. അതായത് കുട്ടിക്ക് ഇൻസൈറ്റിനുള്ള ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ അവന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിറ്റുവേഷനിൽ നിന്ന് മറ്റൊരു സിറ്റുവേഷനിലേക്ക് ഒരു കാര്യത്തെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. Then transfer of learning is a process of adaptation and reorganization of experience. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കാര്യം, ഒരു എക്സ്പീരിയൻസിനെ അഡാപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ റീഓർഗനൈസ് ചെയ്യാനുള്ള ഒരു കഴിവായിട്ടാണ് ഇവിടെ ട്രാൻസ്പോസിഷൻ തിയറിയിൽ ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് കാണുന്നത്. ദെൻ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഈസ് എ റീസ്ട്രക്ചറിങ് ഓഫ് കൊഗ്നിറ്റീവ് ഫീൽഡ്. നമ്മുടെ കൊഗ്നിറ്റീവ് ഫീൽഡിനെ റീസ്ട്രക്ചർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ട്രാൻസ്പോസിഷൻ തിയറിയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ട്രാൻസ്പോസിഷൻ തിയറിയിൽ ഇവിടെ പറയണത് എന്താണ്? ഒരു പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻസ് തമ്മിലുണ്ടെങ്കിൽ അത് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവിടെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കുന്നതാണ് ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ഈ തിയറിയിലൂടെ പറഞ്ഞു തരുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് തിയറി ഓഫ് അപ്പർസെപ്ഷൻ. തിയറി ഓഫ് അപ്പർസെപ്ഷനിൽ പറയുന്നത് റിലേറ്റിംഗ് ന്യൂ നോളജ് വിത്ത് ദ നോളജ് അക്വയർഡ് ഏർലിയർ. അതായത് പുതിയ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ മുൻപ് പഠിച്ച ഒരു കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതിനെയാണ് അപ്പർസെപ്ഷൻ എന്ന് പറയുന്നത്. പുതിയ പഠിക്കുന്ന ഒരു കാര്യത്തെ പഴയത് പഠിച്ച ഒരു കാര്യവുമായി റിലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്പർസെപ്ഷൻ എന്ന് പറയുന്നത്. ദിസ് തിയറി ഡിസ്ക്രൈബ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആസ് എ പ്രോസസ് ഓഫ് റിലേറ്റിംഗ് ന്യൂ ഐഡിയാസ് ടു ദ ഓൾഡ് ഐഡിയാസ് അക്വയർഡ് ഏർലിയർ. അതായത് ഈ തിയറിയിൽ പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രോസസ്സാണ്. ഇവിടെ പുതിയ ഐഡിയാസ് മുൻപ് നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡിയാസിനോട് റിലേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ തിയറി ഓഫ് അപ്പർസെപ്ഷനിൽ എന്താ പറയുന്നത്? നമ്മൾ മുൻപ് പഠിച്ച ഒരു കാര്യത്തിനോട് ഇപ്പോൾ പഠിച്ച ഒരു കാര്യത്തെ റിലേറ്റ് ചെയ്യുന്നതിനെയാണ് ഇവിടെ അപ്പർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിയറിയിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ ഐഡിയാസ് പഴയൊരു ഐഡിയാസിനോട് നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുക. അതിനെയാണ് ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതാണ് തിയറി ഓഫ് അപ്പർസെപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് തിയറി ഓഫ് ഐഡിയൽസ്. തിയറി ഓഫ് ഐഡിയൽസ് പുട്ട് ഫോർവേഡ് ബൈ W.C. ബാഗ്ലിയാണ് ഈ ഒരു തിയറി പുട്ട് ഫോർവേഡ് ചെയ്തത്. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ പ്രസൻറ്റേഷൻ ഓഫ് ഐഡിയൽസ് ഹാസ് മോർ ട്രാൻസ്ഫർ വാല്യൂ ദാൻ ഐസൊലേറ്റഡ് ഇൻസ്ട്രക്ഷൻസ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിളിൽ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് കണക്ക് പുസ്തകം, അതായത് മാത്തമാറ്റിക്സിൻ്റെ പുസ്തകം ചട്ടയിട്ട് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടു. മറ്റു ബുക്കുകളൊന്നും ചട്ടയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞില്ല. കണക്ക് പുസ്തകം ചട്ടയിട്ട് കൊണ്ടുവരാൻ, ഇത് നീറ്റായിട്ട് പൊതിഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? നീറ്റ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇനി മറ്റുള്ള പുസ്തകങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചട്ടയിട്ട് കുട്ടികൾ കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. പക്ഷേ കുട്ടികൾ എന്തുമാത്രം ചെയ്തു? കണക്ക് പുസ്തകം മാത്രം നീറ്റായിട്ട് പൊതിഞ്ഞു കൊണ്ടുവന്നു, കവർ ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഐഡിയൽസ് കുട്ടികളിലേക്ക് എത്തിക്കണം. അതായത് നീറ്റ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഐഡിയൽസ് നമ്മൾ എത്തിക്കണം. അല്ലാതെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ല കൊടുക്കേണ്ടത്. അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതിന് ഐഡിയൽസിലാണ്. അപ്പോൾ ആ ഐഡിയൽ, നീറ്റ്നെസ് എന്ന ഐഡിയൽ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യും? കുട്ടി മാത്തമാറ്റിക്സിൻ്റെ പുസ്തകം മാത്രമല്ല ബാക്കി എല്ലാ പുസ്തകങ്ങളും നീറ്റായിട്ട് സൂക്ഷിക്കുകയും അവൻ്റെ എൻവിയോൺമെൻറ്റ് നീറ്റായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? പ്രസൻറ്റേഷൻ ഓഫ് ഐഡിയൽസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? കുട്ടിയുടെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് വളരെ
എളുപ്പത്തിൽ നടക്കുന്ന പറയുന്നത്. ഹി ബിലീവ്ഡ് ദാറ്റ് ഐഡിയൽസ് ആർ ഡീപ്പർ ദാൻ ജനറലൈസേഷൻ. അപ്പോൾ ജനറലൈസേഷനേക്കാൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഐഡിയൽസിനാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു വാല്യൂസിന് അല്ലെങ്കിൽ ആ ഐഡിയാസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഐഡിയൽസ് ആണ് ഇവിടെ ട്രാൻസ്ഫറിൻ്റെ ബേസിസ് ആയിട്ട് ഇദ്ദേഹം കാണുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഐഡിയൽസ് നമ്മൾ ഒരു പ്രാവശ്യം അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ സിറ്റുവേഷനിലും, അതായത് അത്തരത്തിൽ വരുന്ന എല്ലാ സിറ്റുവേഷനിലും അത് അപ്ലിക്കബിൾ ആണ്. ഇപ്പം നീറ്റ്നെസ് എന്ന് പറഞ്ഞൊരു ഐഡിയൽസ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റ്നെസ് എന്നുള്ളത് നമ്മുടെ എല്ലാ സിറ്റുവേഷനിലും നമ്മൾ കീപ്പ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആ ഐഡിയൽസ് എന്താണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. എങ്കിലാണ് എന്ത് സംഭവിക്കുള്ളൂ, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും തിയറീസാണ് നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൽ പറയാനുള്ളത്. 6 നമ്മൾ പറഞ്ഞത്. ഫാക്കൽറ്റി തിയറി, തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ്, തിയറി ഓഫ് ജനറലൈസേഷൻ, തിയറി ഓഫ് ട്രാൻസ്പോസിഷൻ, ദെൻ തിയറി ഓഫ് അപ്പർസെപ്ഷൻ, ദെൻ തിയറി ഓഫ് ഐഡിയൽസ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.